ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും JBR ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ഓർക്കിഡുമായിട്ടാണ് വന്നിട്ടുള്ള. ഹരാന്ത്ര എന്നാണ് ഈ ഓർക്കിഡിൻ്റെ പേര്. നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ തരുന്ന ഒരു ഓർക്കിഡാണ്. അപ്പോൾ ഈ ഓർക്കിഡിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഫ്ലവറും പ്ലാന്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത് നോക്കിക്കേ, വലിയ ഒരു പരിചരണം ഒന്നും നമ്മളെ ഡെൻഡ്രോഫി ഓർക്കിഡ് പോലെയൊന്നും വലിയ ഒരിതും കൊടുക്കണ്ട, ഒരു പരിചരണം കൊടുക്കണ്ട. നല്ല ഭംഗിയായിട്ട് ഇതിന് മഴയായാലും വെയിലായാലും ഒരു പ്രശ്നവുമില്ല. ഈ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇതെന്ത് നീളത്തിന് ഇതിൻ്റെ സ്പൈക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കി കണ്ട. എത്ര സ്റ്റെമ്മായിട്ടാണ് ഈ ഫ്ലവർ ഇങ്ങനെ വന്നിട്ടുള്ളത്. കണ്ട, ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് 4-5 സ്റ്റെമ്മായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. സ്പൈക്കായിട്ട് വന്നിട്ട് എല്ലാത്തിലും ഇപ്പോൾ ഫ്ലവറായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ. ഇത് ഇപ്പം ഈ ക്യാമറയ്ക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടണില്ല, നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നല്ല റെഡും ഒരു ഓറഞ്ചും ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന് എത്ര വെയിൽ കിട്ടുമോ അത്രയും നല്ലതാണ്. ഇതിനൊരു നല്ലൊരു സ്റ്റെമ്മൊക്കെ നമ്മൾ ഒരു എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടല്ലെങ്കിൽ ഒരു ബലമുള്ള എന്തെങ്കിലും ഇതിലൊന്ന് നമ്മൾ കെട്ടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് അവിടെ നിന്നോളും. ചരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് നിന്നോളും. അല്ല, ബലത്തിനുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം. അപ്പോഴേ നന്നായിട്ട് നിൽക്കും പ്ലാന്റ്. ഇതിൻ്റെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൂട്ട് വരുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ പോട്ടിങ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നിലത്ത് വച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അവിടെ നിന്നിട്ട് ഇതിൻ്റെ വേര് വഴിയായിട്ടാണ് ഇത് വളവും അതിൻ്റെ വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വഴിയിട്ട് നമുക്ക് നന്നായിട്ട് വളർന്നോളും. ഇതിന് തൊണ്ടോ പോട്ടിങ്സ് ആയിട്ടൊന്നും അങ്ങനെ വേണ്ട. പിന്നെ ചിലവർ തൊണ്ടും കരിക്കട്ടയൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഞാൻ കുറച്ച് തൊണ്ടും കരിയൊക്കെ ഇട്ടിട്ടാണ് ഒരു ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം വീട്ടിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിലാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലത്തിരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ എടുത്ത് ഇങ്ങോട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ച്, എന്നിട്ടും ഫ്ലവറിനൊന്നും ഒരു കുറവുമില്ല. നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട്. നന അത്യാവശ്യമാണ്. ഇതിന് 2 നേരം നന കൊടുത്താൽ അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിന് വളമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കെയർ എന്നുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ പറയുമ്പോൾ പലർക്കും പല സംശയമാണ്, ഒരുപാട് മെസ്സേജായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളം ഏതാണെന്ന് നമ്മളെല്ലാ വളങ്ങളും ഉപയോഗിക്കും, മാറിയിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് ഗ്രീൻ കെയർ, കാണാൻ പറ്റണം. 30, 10, 10. ഇത് നമുക്ക് പ്ലാന്റ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് നമുക്ക് ഫ്ലവറിങ്ങിനായിട്ടുള്ള നല്ല ഫ്ലവറിങ്ങിനായിട്ട് നല്ലതായിട്ട് വളർന്നെന്ന് തോന്നുമ്പോൾ മാത്രം ഈ വളം നമുക്ക് കൊടുക്കാം. 13, 27, 27 ഗ്രീൻ കെയറിൻ്റെത് ഫ്ലവറിങ്ങിനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം. ചിലർക്കൊക്കെ ഓർക്കിഡുണ്ട്, പക്ഷേ ഫ്ലവർ ആവാതെ നിൽക്കണുണ്ടെന്ന് പറയണുണ്ട്. അപ്പോൾ നമ്മൾ വളം ഗ്രീൻ കെയറും നമ്മൾ NPK 19, 19, 19 മാറി ഒരാഴ്ച ഇടവിട്ട് നമുക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാണകത്തിൻ്റെ തെളി അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മാറി നമ്മൾ എന്തെങ്കിലും ഒരാഴ്ചയിൽ ചിലർ 2 വട്ടമൊക്കെ ചെയ്യണവരുണ്ട്. ഞാൻ 1 വട്ടമൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെയെങ്കിലും ഒരാഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും വളം നന്നായിട്ട് കൊടുത്താൽ നിറയെ നല്ല ഫ്ലവർ വരും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്നവരൊക്കെ ഇതുപോലെ നമ്മൾ ഗ്രീൻ കെയറും കൂടി ഒന്ന് അടിച്ചു നോക്കണേ. മാറി കൊടുക്കണം വളങ്ങൾ. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഈ ഓർക്കിഡ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുതേ. ഓക്കേ.